സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സത്യജിത് റേയുടെ ഒരു മാസ്റ്റർ പീസ് സിനിമയെക്കുറിച്ചാണ്. ചാരുലത, 1964 ഇറങ്ങിയ സിനിമ. അതെ, ടാഗോറിന്റെ നഷ്ടനീർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമ. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് 2 അക്കാദമിക് ലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഭാസ്വതി ഭട്ടാചാർജിയുടേതും പിന്നെ വേറൊന്നും. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലേഖനങ്ങൾ വെച്ച് ചാരു എന്ന കഥാപാത്രത്തെ, പിന്നെ 19-ാം നൂറ്റാണ്ടിലെ ബംഗാളി സമൂഹം, അതിൻ്റെയൊക്കെ ഒരു ആഴത്തിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ശരിയാണ്. ചാരുവിന്റെ ആ ഒരു സ്വയം കണ്ടെത്തൽ, അന്നത്തെ ഭദ്രലോക് സൊസൈറ്റി, സിനിമയിലെ സിംബോളിസം. അതെ, റേയുടെ ആ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ഈ ലേഖനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? തീർച്ചയായും. തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പശ്ചാത്തലം പറയണമല്ലോ. വേണം. ഇത് നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്, കൊൽക്കത്തയില്. ബംഗാൾ നവോത്ഥാനം ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം. അതെ, പക്ഷേ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ്. അപ്പൊ പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടിയ ഒരു പുതിയ ക്ലാസ്, ഭദ്രലോക് എന്ന് പറയും, അവരെങ്ങനെ ഉയർന്നു വരുന്ന കാലം. മെക്കാഴ പറഞ്ഞ പോലത്തെ ആൾക്കാര്, രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാര്, പക്ഷേ ടേസ്റ്റിലും ചിന്തയിലും ഇംഗ്ലീഷുകാര്. അങ്ങനെ. കറക്റ്റ്. ഒരു കൺഫ്യൂഷൻ അവിടെയുണ്ട്. വെസ്റ്റേൺ ലിബറലിസവും നമ്മുടെ പഴയ പാരമ്പര്യങ്ങളും തമ്മിലുള്ള ഒരു ക്ലാഷ്. ഒരു വശത്ത് ഇംഗ്ലീഷുകാര്, ക്രിസ്ത്യൻ മിഷണറിമാർ, മറുവശത്ത് പഴയ ഹിന്ദു ഫ്യൂഡൽ ശക്തികൾ. അതിന്റെയൊക്കെ ഇടയിലാണ് ഈ ഭദ്രലോക്. അവര് സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയും, പക്ഷേ പെണ്ണുങ്ങൾ വീടിന്റെ ഉള്ളിൽ ആ അന്തർമഹലിലിരുന്നാൽ മതി എന്ന ചിന്ത, ആ ചൗക്കത്ത്, അതിനപ്പുറം പോകണ്ട. അത് തന്നെ, അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഈ സിനിമ അത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് കഥാപാത്രങ്ങളെ ഒന്ന് ഓൽക്കാം. മെയിനായിട്ട് ചാരുലത. ചാരു ബുദ്ധിയുണ്ട്, സെൻസിറ്റീവാണ്, പക്ഷെ ഭർത്താവ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഭയങ്കര ലോൺലി. മദഭി മുഖർജി അല്ലേ? ഗംഭീര പ്രകടനം. പിന്നെ ഭർത്താവ് ഭൂപതി, പൈസക്കാരനാണ്, ഭദ്രലോകാണ്. ദി സെന്റിനൽ എന്നൊരു ഇംഗ്ലീഷ് പത്രം നടത്തുന്നു. പത്രവും രാഷ്ട്രീയവും ഒക്കെയായിട്ട് നടക്കുമ്പോൾ ഭാര്യയെ മൈൻഡ് ചെയ്യാൻ ടൈമില്ല. ശൈലേൻ മുഖർജി. പിന്നെ അമൽ, ഭൂപതിയുടെ കസിൻ, ഒരു റൈറ്ററാണ്, വളർന്നു വരുന്നതേയുള്ളൂ. ചാരുവിനൊരു കമ്പാനിയനായും പിന്നെ സാഹിത്യത്തിലൊരു ഗൈഡായും ഒക്കെ വരുന്നു. സൗമിത്ര ചാറ്റർജി. സൗമിത്ര. പിന്നെ ചാരുവിന്റെ ചേട്ടൻ ഉമാപതനും ഭാര്യ മന്ദയുമുണ്ട്. മന്ദ ഒരു ടിപ്പിക്കൽ പഴയ ടൈപ്പ് സ്ത്രീയാണ്. വെറ്റില മുറുക്ക്, ചീട്ടുകളി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രാചീന സ്ത്രീ എന്ന് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ കഥാപാത്രങ്ങളിലൂടെ തന്നെ ആ സമൂഹം ഏകദേശം പിടികിട്ടുന്നുണ്ട്. പക്ഷേ സിനിമയുടെ ഫോക്കസ് ശരിക്കും ചാരുവാണല്ലേ? ലേഖനങ്ങളും അത് പറയുന്നുണ്ട്. അതെ, സത്യത്തിൽ മോഡേണിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ചാരുവാണ്, മറ്റുള്ളവരല്ല. സിനിമയുടെ തുടക്കത്തിലെ ആ സീൻ ഓർമ്മയില്ല? ഡയലോഗൊന്നുമില്ലാതെ ഏകദേശം ഒരു 8 മിനിറ്റ്. അത് മറക്കാൻ പറ്റില്ല. ചാരു വെറുതെ നടക്കുന്നു, ബുക്ക് നോക്കുന്നു, ആ തുവാലയില് ഭർത്താവിന്റെ പേരിന്റെ അക്ഷരം ബി തുന്നുന്നു. അവസാനം ആ ഓപ്ര ഗ്ലാസ്, ലോർഗ്നെറ്റ്, അതെ, അതെടുത്ത് പുറത്തേക്ക് നോക്കുന്നു. ആ ലോർഗ്നെറ്റ്, അതൊരു വെറും ഗ്ലാസ് അല്ല, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് സിംബലാണ്. അതെ, പുറം ലോകം തൊട്ടടുത്താണെന്ന് തോന്നും, പക്ഷെ അത് കിട്ടില്ല എന്നതിന്റെ ഒരു സൂചനയാണത്. അവൾ അതിലൂടെ പുറത്തേക്ക് നോക്കുന്നു, തിരക്കിട്ട് പോകുന്ന ഭൂപതിയെ നോക്കുന്നു, പിന്നെ അമലിനെ നോക്കുന്നു. അതായത് ലോകത്തെ കാണാനും അറിയാനുമുള്ള അവളുടെ ആഗ്രഹം, പക്ഷെ അത് ജനലിന്റെ ഉള്ളിലൂടെ, ഒരു ഗ്ലാസ്സിലൂടെ മാത്രം. ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെയാണെന്നൊരു ലേഖനം പറയുന്നുണ്ട്. തൊട്ടടുത്ത്, പക്ഷെ എത്താൻ പറ്റില്ല. അതിലുള്ള തന്നെ അവളൊരു കുഞ്ഞിനെയും കൊണ്ടൊരു സ്ത്രീ പോകുന്നത് കാണുന്നുണ്ടല്ലോ. അത് ചാരുവിന്റെ അവളുടെ ഉള്ളിലെ തീർച്ചയായും. കുട്ടികളില്ലാത്ത അവൾക്ക് അതൊരു ഭർത്താവിൽ നിന്നുള്ള അകൽച്ചയുടെ ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ കാഴ്ച കഴിഞ്ഞിട്ട് അവൾ അമലിനെ നോക്കുമ്പോൾ ആ നോട്ടത്തിന് വേറൊരു ഡെപ്ത് വരുന്നുണ്ട്. വെറുമൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല അവൾ ആഗ്രഹിക്കുന്നത് എന്നൊരു തോന്നല്. അതെ. അപ്പോൾ ആ ലോർഗനെറ്റ് അവളുടെ ആഗ്രഹങ്ങളെ കാണിക്കുന്ന ഒരു കണ്ണാടി കൂടിയായി മാറുന്നുണ്ട് അവിടെ. ഈ സിനിമയിൽ പാട്ടുകൾക്കും നല്ല പ്രാധാന്യമുണ്ട്. തുടക്കത്തിലെ ആ പാട്ട്, മോമോ ചിത്തേ നിധി നിരുത്തേ, ടാഗോറിന്റെ പാട്ടാണ്. അത് സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലേഖനം പറയുന്നത് അത് വളർന്നു വരുന്ന സ്ത്രീത്വത്തെ, ചാരുവിന്റെ ഉള്ളിലെ മാറ്റങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ്. പക്ഷെ തുടക്കത്തിൽ അവൾ ആ പാട്ടിന്റെ കൂടെയല്ല, അവൾ അവളുടെ ഏകാന്തതയിൽ തന്നെയാണ്. പിന്നെ ആ പൂന്തോട്ടത്തിലെ ഊഞ്ഞാലാട്ടത്തിന്റെ സീനിൽ അവൾ തന്നെ പാടുന്ന പാട്ടുണ്ടല്ലോ, ഫൂലേ ഫൂലേ ധോലേ ധോലേ. അതും ടാഗോറിന്റെ തന്നെ ഒരു സ്കോട്ടിഷ് ഫോക്ക് സോങ്ങിനെ ബേസ് ചെയ്തതാണെന്ന് പറയുന്നു. ശരിയാണ്.
ഭൂപതിയുടെ വീട്ടിലെ ആ ഗൗരവമുള്ള സംഗീത സദസ്സിലെ പാട്ടിൽ നിന്ന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ പാട്ട്. ഒരു ഫ്രീഡം ഫീൽ ചെയ്യുന്നുണ്ട് അതിന്. അതെ, അത് ചാരുവിന്റെ ഉള്ളിൽ ആ സ്വതന്ത്രയാവാനുള്ള ആഗ്രഹം, അവളുടെ ആ നെബീന സ്വഭാവം, അതിനെയാണ് കാണിക്കുന്നത്. അത് കുറച്ചുകൂടി പേഴ്സണലാണ്, സിമ്പിളാണ്. അവിടെ അവൾ കുറച്ചുകൂടെ അവളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ സംഗീതം ഡയലോഗിന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നു. കറക്റ്റ്. ചാരുവിന്റെ ഉള്ളിലെ ആ പ്രാചീനയും നെബീനയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് പോലെ. വോൾട്ടർ ബെന്യാമിന്റെ ട്രോയർ സ്പീൽ എന്ന ഐഡിയ വെച്ചൊരു ലേഖനം ഇതിന് പറയുന്നുണ്ട്. അതായത് മാറാത്ത റിയാലിറ്റിയും അവളുടെ സാഹചര്യം, മാറുന്ന ആഗ്രഹങ്ങളും അവളുടെ മനസ്സ് തമ്മിലുള്ള ടെൻഷൻ. ഈ ലോർഗ്നെറ്റും പാട്ടുമല്ലാതെ വേറെയും സിമ്പിൾസ് പറയുന്നുണ്ടല്ലോ. ആ ബാൽക്കണിയിലെ കമ്പികൾ, അത് കാഴ്ചയെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെ സ്ത്രീയുടെ ലോകത്തിന്റെ ലിമിറ്റ് കാണിക്കുന്നു അല്ലേ? ആ അന്തർമഹലിന്റെ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ബൗണ്ടറിയാണ്. അതുപോലെ അമലിന്റെ വരവും പോക്കും, അത് ബംഗാളിലെ ആ കാൽബൈശാഖി കൊടുങ്കാറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് സിനിമ. ഓ ശരിയാണല്ലോ. അമൽ വരുന്നത് അവളുടെ ശാന്തമായ ജീവിതത്തിലേക്ക് ഒരു കാറ്റുപോലെയാണ്. അവൻ പോകുന്നതും പെട്ടെന്നാണ്. അതും അവളെ ഉലയ്ക്കുന്നു. ഈ നബീന പ്രാചീന എന്നുള്ളത് അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഐഡിയ ആണെന്ന് പറഞ്ഞല്ലോ. അതൊന്നുകൂടെ ക്ലിയർ ആക്കാമോ? അത് ബങ്കിം ചന്ദ്രന്റെ കാലത്തെ ഒരു ഡിസ്കഷനായിരുന്നു. നബീന എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്ന, മാറാൻ റെഡിയായിട്ടുള്ള മോഡേൺ സ്ത്രീ. പ്രാചീന എന്ന് വെച്ചാൽ പഴയ ചിന്താഗതിയിൽ തന്നെ നിൽക്കുന്ന യാഥാസ്ഥിതിക സ്ത്രീ. അപ്പോൾ സിനിമയിൽ ചാരു നബീനയാണ്, മന്ദ പ്രാചീനയും. അതെ, ചാരു വായിക്കുന്നു, എഴുതുന്നു, ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നു, സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടി നോക്കുന്നു. മന്ധ്യാവട്ടെ വെറ്റിലമുറുക്ക്, ചീട്ടുകളി, അതിലൊക്കെ ഒതുങ്ങുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റില് ചാരുവിനെ വേറെ ചിലരുമായി കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ ലേഖനങ്ങളില്. ടാഗോറിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട കാദംബരി ദേവി. ആ, അത് പലരും പറയാറുണ്ട്. ടാഗോറിന്റെ ചേട്ടന്റെ ഭാര്യയായിരുന്നു കാദംബരി ദേവി. ടാഗോറുമായിട്ട് നല്ലൊരു സാഹിത്യപരമായ അടുപ്പമുണ്ടായിരുന്നു. ചാരുവിന് ഒരു ഇൻസ്പിരേഷൻ ഒരു പക്ഷേ കാദംബരി ദേവി ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമാനമായ സാഹചര്യങ്ങൾ, ഭർത്താക്കന്മാരുടെ അവഗണന, എന്നാൽ ബൗദ്ധികമായി മുന്നിട്ടു നിന്ന സ്ത്രീകൾ. അതെ, കാദംബരി ദേവിയുടെ അവസാനം ട്രാജിക് ആയിരുന്നു എന്നത് വേറെ കാര്യം. റേയുടെ തന്നെ മറ്റ് സിനിമകളിലെ ഹീറോയിൻസുമായിട്ടും ചാരുവിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. മഹാനഗറിലെ ആരതി, ഘരേ ഭൈറയിലെ ബിമല. ശരിയാണ്, മഹാനഗറിലെ ആരതിയും അതും മദബി മുഖർജി തന്നെ ഒരു തരത്തിൽ നബീനയാണ്. പക്ഷെ അവള് ജോലിക്ക് പോയി പുറം ലോകത്തെ നേരിടുന്നുണ്ട്. ചാരു അപ്പോഴും ആ വീടിന്റെ ഉള്ളിലാണ്. അവളുടെ പ്രശ്നം അവൾക്കറിയാം, ഒരു ഇബ്സൻ ഹീറോയിനെ പോലെ. പക്ഷെ പുറത്തു കടക്കാൻ പറ്റുന്നില്ല. അതെ, ഘരേ ബൈരയിലെ ബിമലയാണെങ്കിൽ ചാരു അനുഭവിച്ചതിന്റെ കുറച്ചുകൂടെ തീവ്രമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അവളുടെ പാഷൻ സ്ട്രോങ് ആണ്, ട്രാജഡിയും ഡീപ്പാണ്. ഒരു ലേഖനത്തിൽ പറഞ്ഞ പോലെ ഘരേ ബൈരയുടെ പോസ്റ്ററിൽ ബിമല വാതിൽ കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ചാരു ആ വാതിൽക്കൽ നിൽക്കുകയാണ്. അതുതന്നെ. അപ്പോ റേയുടെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു കോമൺ ത്രെഡ് ഉണ്ടെന്ന് പറയാം. റേ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമയിലെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ സ്ട്രോങ് ആണ്, കൂടുതൽ ഡിറ്റർമിനേഷൻ ഉണ്ട്, സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവുണ്ട് എന്നൊക്കെ. ചാരുവിനെ ഒരു ആർക്കിടൈപ്പൽ റേ വുമൺ ആയിട്ടാണ് പലപ്പോഴും പറയാറ്. അവളുടെ ആ കോംപ്ലക്സിറ്റി, ഉള്ളിലെ ആ ഒരു ശക്തി, അതുകൊണ്ടായിരിക്കും. അതെ. ഇനി നമുക്ക് സിനിമയുടെ അവസാനത്തിലേക്ക് വരാം. ആ ഫേമസ് എൻഡിങ് ഭയങ്കര, എന്താ പറയാ, ക്ലാസിക് ആണെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ല. അമലും ചാരും തമ്മിലുള്ള അടുപ്പം ഭൂപതി അറിയുന്നു. അയാളാകെ തകർന്ന് ഒറ്റയ്ക്ക് കുതിരവണ്ടിയിൽ പോകുന്നു. തിരിച്ചു വീട്ടിൽ വരുന്നു. ചാരുവും ഭൂപതിയും വീണ്ടും കാണുന്നു, കൈ നീട്ടുന്നു. ആ ഫ്രീസ് ഫ്രെയിം. അതെ, വളരെ പവർഫുൾ സീൻ. ട്രൂഫോയുടെ 400 ബ്ലോസിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് പറയാറുണ്ട്. റേ മനഃപൂർവ്വം അത് ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. അവരൊന്നിക്കുമോ അകലുമോ? ടാഗോറിന്റെ നോവലിൽ അവസാനം കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ചാരു തന്നെ വേണ്ട, പൊട്ടിയ കൂട് നന്നാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. താക്ക്. ശരിയാണ്, നോവലിൽ അങ്ങനെയാണ്. സിനിമയുടെ അവസാന ഫ്രെയിമിൽ നഷ്ടനീർ, തകർന്ന കൂട് എന്ന് ബംഗാളിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ആ അകൽച്ചയെ ഉറപ്പിക്കാനാണോ? ഒരു ലേഖനം അങ്ങനെ പറയുന്നുണ്ട്, ആ തകർന്ന കൂട് ശരിയാക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ വേറൊരു സാധ്യതയുമുണ്ട്. ഭൂപതി ആ കുതിരവണ്ടിയിൽ പോകുമ്പോ ചാരു തുന്നിയ ആ ബീയുള്ള തൂവാലയെടുത്ത് മുഖം തുടയ്ക്കുന്നുണ്ട്. ഓർക്കുന്നു. റേ പറഞ്ഞിട്ടുള്ളത്
ആ തൂവാല കാണുമ്പോ ഭൂപതിക്ക് ദേഷ്യമൊക്കെ മാറി ഒരു തരം സഹതാപം തോന്നുന്നു. അപ്പൊ അത് ഒരു പക്ഷേ പൂർണ്ണമായ ഒരു റീകൺസിലേഷൻ അല്ലെങ്കിലും ഒരുമിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ടാവാം. ആ നീട്ടിയ കൈകൾ ഒരുപക്ഷെ അതിന്റെ സിമ്പലാവാം. അപ്പോൾ ഒരുപാട് ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. വെറുമൊരു ലവ് സ്റ്റോറി അല്ല. ഒരിക്കലുമല്ല. ഇതൊരു അലിഗറിയാണ്. ചാരുവിന്റെ കഥയിലൂടെ ഏലിയനേഷൻ, ചരിത്രപരമായ മാറ്റങ്ങൾക്കിടയിലെ വ്യക്തികളുടെ സംഘർഷം, ഭദ്രലോക് മോഡേണിറ്റിയുടെ പൊള്ളത്തരം, ഇതൊക്കെ റേ പറയുന്നുണ്ട്. ഗായത്രി സ്പിവാക്കിന്റെ ഐഡിയ വെച്ച് പാരമ്പര്യത്തിനും മോഡേണിറ്റിക്കും ഇടയിൽ പെട്ടുപോകുന്ന തേർഡ് വേൾഡ് വുമൺ, ആ ഒരു അവസ്ഥയും ചാരുവിൽ കാണാമെന്ന് പറയുന്നു. അതെ. പക്ഷെ ഇതിനെല്ലാം ഉപരിയായിട്ട് ചാരുവിന്റെ യാത്ര എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിസ്കവറിയാണ്. പ്രതിസന്ധികളിൽ നിന്ന് ഊർജം കണ്ടെത്താൻ അവൾ ശ്രമിക്കുന്നതിന്റെ കഥയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച പ്രധാന കാര്യങ്ങൾ, 19-ാം നൂറ്റാണ്ടിലെ ബംഗാളി സമൂഹം, അതിനുള്ളിലെ നബീനയായ ചാരു എന്ന കോംപ്ലക്സ് കഥാപാത്രം, അവളുടെ ആ ഒരു സ്വയം കണ്ടെത്താനുള്ള ശ്രമം, റേ ഉപയോഗിച്ച ആ സിംബോളിസം, ലോർഗ്നെക്, സംഗീതം, അഴികൾ, പിന്നെ സ്ത്രീയുടെ കാഴ്ചപ്പാടുകൾ, സാമൂഹിക മാറ്റം, ഇതിനൊക്കെ ഈ സിനിമ എത്രത്തോളം റെലവന്റ് ആണ് എന്നുള്ളത്, ഇതൊക്കെയാണല്ലോ മെയിൻ പോയിന്റ്സ്. അതെ. ഒരു കാര്യം കൂടി, ഒരു ചിന്തയ്ക്ക് വേണ്ടി മാത്രം. സിനിമയില് അമൽ പോയതിനു ശേഷം ചാരു ഭൂപതിയോട് ഒരു ബൈലിംഗ്വൽ പേപ്പർ തുടങ്ങാൻ പറയുന്നുണ്ടല്ലോ, ഇംഗ്ലീഷിലും ബംഗാളിയിലും. അവർക്ക് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. അതെ, അത് ഒരുപക്ഷെ അമലിന്റെ ഓർമ്മകളിൽ നിന്ന് മാറാനും ഭൂപതിയുമായൊരു കണക്ഷൻ ഉണ്ടാക്കാനും പിന്നെ സ്വന്തമായിട്ട് എഴുത്തിന്റെ ഒരു ലോകം കണ്ടെത്താനുമൊക്കെയുള്ള അവളുടെ ഒരു ശ്രമമായിരുന്നിരിക്കാം. ശരിയാണ്, സാധ്യതയുണ്ട്. അപ്പോൾ എൻഡിങ് ഓപ്പൺ ആണെങ്കിലും അങ്ങനെ ഒരു സജഷൻ വെക്കാൻ മാത്രം ചാരു വളർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ആ സിനിമയുടെ ഫ്രീസ് ഫ്രെയിമിനപ്പുറം ചാരു നേടിയ ആ ഒരു സെൽഫ് അവെയർനെസ്, ആ ക്രിയേറ്റീവ് സ്പാർക്ക്, അത് വെച്ച് ആ തകർന്ന കൂട് നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു അവസ്ഥയെ സർവൈവ് ചെയ്യാൻ, ഒരുപക്ഷെ പുതിയൊരു വഴി കണ്ടെത്താൻ അതവളെ എങ്ങനെ സഹായിച്ചിട്ടുണ്ടാവാം? ആ അറിവ് അവൾക്ക് ഒരു സൈലന്റ് സ്ട്രെങ്തായി മാറിയിട്ടുണ്ടാവോ? അതൊരു നല്ല ചോദ്യമാണ്, ശരിക്കും ചിന്തിക്കേണ്ട ഒന്ന്. എന്തായാലും ചാരുലതയെക്കുറിച്ചുള്ള ഈ ഒരു ആഴത്തിലുള്ള സംസാരത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് നിങ്ങൾക്കേവർക്കും നന്ദി.